ഒരു റീ റിലീസ് പടം വന്നിട്ട് അത് FDFS പോലെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പേര് ലാലേട്ടനായിരിക്കണം. അൻവർ അണ്ണ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ രാജമാണിക്യം കൂടെ ഒന്ന് ഇറക്കി വിടണം പ്ലീസ്. നിങ്ങളെ കാല് ഞാൻ പിടിക്കാം. നിങ്ങൾ അത് തിയേറ്ററിനകത്തൊന്ന് കാണാത്തതുകൊണ്ടാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര ഓളം തരുന്നു. നമ്മുടെ പഴയൊരു നൊസ്റ്റാൾജിയ വൈബായിരുന്നു. നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു മോഹൽ ഫാൻ എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ ആയിരുന്നു. എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളി. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആ പടത്തിന്റെ വൈബ് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറയുക, കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വന്ന് കണ്ടിട്ടുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ മോനെ കൊണ്ടുവരുന്നത്. ഇതുപോലത്തെ പടങ്ങൾക്കാണ് യഥാർത്ഥ ലാൽ സാറ് ഡേറ്റ് കൊടുക്കേണ്ടത്. ഒരു രക്ഷയില്ല. പൊളി, പന്നിപ്പൊളി, പൊളി എന്ന് വെച്ചാൽ പൊളി. എക്സ്പീരിയൻസ് അറ്റി പീക്ക് എന്ന് പറയില്ലേ, അതാണ്. സിനിമ വളരെ അടിപൊളി, നല്ല എക്സ്പീരിയൻസ്, തകർത്തു. ഒന്നും പറയാനില്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആ പടത്തിന്റെ വൈബ് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറയുക, കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വന്ന് കണ്ടിട്ടുള്ളത്. ഇന്ന് ഞാൻ എൻ്റെ മോനെ കൊണ്ടുവരുന്നത്. ആ ഒരു വൈബ്, അന്നത്തെ അതേ വൈബ്. ഇതുപോലത്തെ പടങ്ങൾക്കാണ് യഥാർത്ഥ ലാൽ സാറ് ഡേറ്റ് കൊടുക്കേണ്ടത്. ഒരു രക്ഷയില്ല. അച്ഛൻ പഴയ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് അത് അനുഭവിച്ചത്. പുതിയൊരു പടം ഇറങ്ങിയ റിലീസിൽ തിയേറ്ററൊക്കെ ഇളകി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ ഈ സിനിമ കാണാൻ പറ്റി. നമ്മളെ കൊച്ചായിരുന്നല്ലോ നേരത്തെ. നല്ല എക്സ്പീരിയൻസ്. പൊളി, പന്നിപ്പൊളി, പൊളി എന്ന് വെച്ചാൽ പൊളി. എക്സ്പീരിയൻസ് അറ്റി പീക്ക് എന്ന് പറയില്ലേ, അതാണ് പൊളി. എന്തായാലും പറഞ്ഞു, ഈ ഫാൻസിനോട് കാണുമ്പോൾ അടിപൊളി. ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടമാണ്, അഴിഞ്ഞാട്ടം അത്ര തന്നെ. ഇനി വേണം എനിക്ക് ജിത്തു മാധവൻ്റെ ഒരു പടം ഇനി വരാനുണ്ട് ലാലേട്ടൻ്റെ കൂടെ. അത് പീക്കായിരിക്കും ഇതേപോലെ. അതാണ് എനിക്കൊരു പ്രതീക്ഷ ഉള്ളത്. സൂപ്പർ പടം, എക്സ്പീരിയൻസ് ചെയ്യണം. എല്ലാവരും എക്സ്പീരിയൻസ് ആണ് ഇത്. നല്ല പടം ബ്രോ. ആദ്യത്തെ ഒറിജിനൽ സിനിമ കണ്ടില്ല, പിന്നെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ലാലേട്ടൻ്റെ പടം ഇനിയും റീ റിലീസ് ചെയ്താൽ പിന്നെയും കാണും. ബ്രോ അടിപൊളി. ഇതിന് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. 4K ആയിട്ട് ആ ഒരു ചോട്ടം പോയി വന്നേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെയും നമ്മളെ പഴയ ലാലേട്ടനെ ഒന്നും കൂടെ കാണുമ്പോൾ പ്രത്യേകം. പഴയതും പുതിയതൊന്നും ഇല്ല, എന്നാലും ആ ഒരു ചോട്ടം വരെ വൈബുണ്ട്. പൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പറയാൻ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. 4K നല്ല രസമായിരുന്നു കാണാൻ. പടവും സിനിമയല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അടിപൊളി, അടിപൊളി, വിഷയം. അടിപൊളി അടിപൊളി ഗംഭീര. ഒരു എക്സൈൽ അടിപൊളിയായിരുന്നു. അതിങ്ങനെ ഒരു റീ റിലീസ് പടത്തിന് ഇത്ര ഒരു ഇമ്പാക്ട് സൃഷ്ടിച്ച ഒരു ഇത് മാത്രമാണ് ഷോർട്ട് മുമ്പേ മാത്രമാണ്. ഒന്ന് ലാലേട്ടൻ കിടിലായിരുന്നു. ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു റീ റിലീസ് പടം വന്നിട്ട് അത് FDFS പോലെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പേര് ലാലേട്ടനായിരിക്കണം. നൈസ് ആയിരുന്നു ബ്രോ. തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു. ഞാൻ പറയാം, അന്യായ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്. കാര്യം ഒരു മിനിറ്റ് പോലും ആർക്കും ബോറടിച്ചില്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഫസ്റ്റ് ഹാഫ് ഒന്നും പോയതേ അറിഞ്ഞില്ല. അത്ര ഗംഭീരമായിരുന്നു. കാരണം ഈ പടം പലർക്കും തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അവർക്ക് തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയൊരു ഭയങ്കര ഗംഭീര അവസരമാണ്. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അണ്ണ അന്യായം. ഞാൻ മമ്മൂട്ടി ഫാനാണ്. എനിക്ക് മമ്മൂക്ക ഫാനായ ഞാൻ അന്ന് എനിക്ക് കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഇന്ന് തീർത്തിട്ടുണ്ട്. അന്ന് എനിക്ക് 2 ബിഗ് ബി കാണാൻ, ഏതെങ്കിലും ഒരെണ്ണം കാണാൻ പറ്റാൽ ബിഗ് ബിക്കാണ് കിട്ടിയത്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞാൽ പീക്കാണ്, പീക്ക്. അൻവർ അണ്ണ ഇത് കാണുന്നുണ്ടെങ്കിൽ ആ രാജമാണിക്യം കൂടെ ഒന്ന് ഇറക്കി വിടണം പ്ലീസ്. നിങ്ങളെ കാല് ഞാൻ പിടിക്കാം. നിങ്ങൾ അത് തിയേറ്ററിനകത്തൊന്ന് കാണാത്തതുകൊണ്ടാണ്. എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കിടിലം. നല്ലതായിരുന്നു. എന്നാ പടം അന്നും കിട്ടുക ഇന്ന് കിട്ടുക. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. ഒരുപാട് വർഷം, 18 വർഷത്തിന് ശേഷമല്ലേ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മരിച്ചുപോയ ഒരുപാട് പേരെ കാണാനും പറ്റി. തന്നെ നല്ലൊരു മ്യൂസിക് ആയാലും എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു. ഇനി വൈകിട്ടും കൂടി ഒരു വട്ടം കൂടി കാണാൻ വരികയാണ്. 4K കണ്ടപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയി. സൂപ്പർ ആയിരുന്നു. എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ച് അടിപൊളി. കുറെ നാളുകൂടി ഈ ഒരു വൈബിൽ ലാലേട്ടനെ, പിന്നെ കുറെ വേറെ മണിമുള്ള രാജാണെങ്കിലും കലാഭമണി ആണെങ്കിലും അവരൊക്കെ തിരിച്ച് സ്ക്രീനിൽ കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലത്തെ പടങ്ങൾ ഇറങ്ങി ഇനി റീ റിലീസ് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. പടം കണ്ടു, കിടിലം പടം. ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. കുറേ വർഷം നമ്മൾ കുഞ്ഞിലെ കണ്ട പടം ഇപ്പോൾ ഒന്നുകൂടെ കണ്ടപ്പോൾ ഇങ്ങനെ ലാലേട്ടൻ നെഞ്ചിനകത്ത് ലാലേട്ടൻ. അടിപൊളിയായിരുന്നു. സൂപ്പർ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കൊള്ളായിരുന്നു. സൂപ്പർ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര ഓളം തരുന്നു. നമ്മുടെ പഴയൊരു നൊസ്റ്റാൾജിയ വൈബായിരുന്നു. നല്ല പടമായിരുന്നു. നല്ല ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ കണ്ട പടം തന്നെയാണ്, എന്നാലും നല്ല രസമായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളൊക്കെ തിയേറ്ററിൽ പോയി കാണുന്നത്. അങ്ങനെ ബ്രോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചോട്ടാ മുമ്പേ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. അത്യാവശ്യം കിടിലം പടമാണ്. ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന മലയാളത്തിലെ ചുരുക്കം ചില സിനിമകളിലൊന്നാണ്. അപ്പോൾ 4K എക്സ്പീരിയൻസ് ഒരു പുതിയൊരു അനുഭവമായിരുന്നു. ഇതിനു മുമ്പ് ഫസ്റ്റ് റിലീസായ സമയത്ത് കണ്ടതായിരുന്നു. എത്ര കണ്ടാലും മതി വരാത്ത സിനിമയാണ്. അല്ലാതെ നമ്മൾ ഈ ഒരു പടത്തിൻ്റെ ആ ഒരു മാജിക് ഉണ്ടല്ലോ, ഈ ഒരു കംപ്ലീറ്റ് ഒരു സെലിബ്രേഷൻ വൈബാണ്. അപ്പോൾ ആ ഒരു ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നത്. അല്ലാതെ 4K എന്ന് ശ്രദ്ധിച്ചൊന്നുമില്ല. നമ്മളങ്ങനെ എന്താ പറയണ്ടേ, സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ ഡാൻസ് കളിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് പടത്തിനെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. കിടിലം പടമില്ലേ, എല്ലാവർക്കും അറിയാവുന്ന പടമല്ലേ. നൈസായിരുന്നു, വൈബായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇവരെല്ലാം ആ സമയത്ത് പീക്കിൽ നിന്നവരാ. ഇപ്പോഴാണെങ്കിൽ ഇവരാരും ഇല്ല. റീമാസ്റ്റേർഡ് വേർഷൻ ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് വന്നതാ. ഭയങ്കര ഒത്തിരി സന്തോഷമുണ്ട്. അന്യായമായിരുന്നു. ഒരു രക്ഷയില്ല. പിന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് 6 വയസ്സായപ്പോഴാണ് ഈ പടം ഇറങ്ങിയത്. ഞാൻ ഒരു കടുത്ത മോഹൻലാൽ ഫാനാണ്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ സിനിമ കാണുന്നത്. ബാക്കിയെല്ലാം മനുഷ്യർ സ്പടിക എല്ലാം കണ്ടു. പക്ഷേ ഇതിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ലൈഫിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു മോഹൻലാൽ ഫാൻ എന്നുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ആണ്. പടം നന്നായിരുന്നു. വിഷ്വൽസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ട്. 4K ക്വാളിറ്റി തന്നെ ഉണ്ടായിരുന്നു.
പടം അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് സൗണ്ടിൽ മാത്രം ചെറിയൊരു ഇതായിട്ട് തോന്നിയുള്ളൂ. പടം ഉഗ്രം തന്നെയാണ്. പഴയ എങ്ങനെയാണ് അതിൻ്റെ അപ്പുറമാണ് ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സന്തോഷം. മണിച്ചേട്ടനായാലും ഹനീഫിക്കായാലും അജംബി ദേവ് സാറായാലും എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ആ പണ്ടേ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കണ്ടാൽ വളരെ സന്തോഷം തോന്നി. ഈ പടം കാണാനായിട്ട് വന്നത് അതുകൊണ്ട് തന്നെയാണ്. മണിച്ചേട്ടനെല്ലാം കാണാൻ വേണ്ടി തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.